BTSനെ എന്തുകൊണ്ടാണ് ഐഡൽസ് ഓഫ് ഐഡൽ എന്ന് വിളിക്കുന്നത്? ശൂന്യതയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ഈ ഒരു യാത്ര എളുപ്പമായിരുന്നില്ല. തുടക്കകാലത്ത് സ്വന്തം സംഗീതം ആളുകളിലേക്ക് എത്തിക്കാൻ തെരുവുകളിൽ നോട്ടീസ് വിതരണം ചെയ്യേണ്ടി വന്ന 7 യുവാക്കൾ. അന്ന് ലോകം അവർക്കു നേരെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ആ പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും മറുപടിയായി അവർ തങ്ങളുടെ കലയെ ആയുധമാക്കി. ചെറിയൊരു ഏജൻസിയിൽ നിന്ന് വന്ന് ആഗോള സംഗീത ഭൂപടം തന്നെ തിരുത്തിക്കുറിച്ചു. ഇന്നിവിടെ 2026 എത്തി നിൽക്കുമ്പോൾ വെറുമൊരു മ്യൂസിക് കൺസേർട്ട് എന്നതിലുപരി കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഒന്നടങ്കം ഒത്തുചേരുന്ന ഒരു മഹാമേളയായി മാറിയിരിക്കുകയാണ് BTS കൺസേർട്ട്. ഇന്നവർ വെറുമൊരു മ്യൂസിക് ബാൻഡ് മാത്രമല്ല, മറിച്ച് തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത, ഇനി വരുന്ന തലമുറകൾക്ക് കൂടി പിന്തുടരാവുന്ന ഒരു വലിയ മാതൃകയാണ്.